ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ ഡൽഹി വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ടിപ്സും ട്രിക്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മാച്ച് നമ്പർ 55 ആണ്. മത്സരം നടക്കുന്നത് മെയ് 5 കൃത്യം 7:30 നമ്മുടെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്. അതായത് നമ്മുടെ സൺറൈസേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. അപ്പോൾ മാച്ച് നമ്പർ 55 ആണ്. വെന്യൂടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനീഷ്യലി ഇതൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. അതുപോലെ തന്നെ ഗുഡ് ഫോർ പേസ് ബൗളേഴ്സിന് ബൗൺസ് വരുന്നുണ്ട്. പേസ് ബൗളേഴ്സിന് നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സ്പിന്നേഴ്സിനും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടായി മാറാറുണ്ട്. കാരണം സ്ലോ ട്രാക്ക് ആയതുകൊണ്ട് വേരിയബിൾ ബൗൺസിൽ മേ ബി സ്പിന്നേഴ്സിന് നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ സീമേഴ്സിനും മൂവ്മെൻറ്റ് ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ള രീതിക്കാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സ്മാർട്ടായിട്ട് ബാറ്റിംഗ് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രൂഷ്യലായിട്ട് ഈസി ആയിട്ട് വിൻ ആവാൻ പറ്റുന്ന ടീമാണ്. ഇപ്പോൾ നമ്മുടെ സൺറൈസേഴ്സിൽ ഒരുപാട് മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ലാസ്റ്റ് സീസണിൽ നമ്മുടെ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും കൂടെ നല്ല പെർഫോമൻസ് കളിച്ചിട്ട് 175 റൺസ് എബോവ് നമുക്ക് ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് കൊണ്ടുവരാൻ പറ്റും. നല്ല പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് എന്തായാലും ആ റൺസ് അങ്ങനെ കയറി പോവും. ദെൻ പറയുന്നത് വിന്നിങ് ഹെയർ ഫസ്റ്റ് ബാറ്റിംഗ് ആണ് കൂടുതലും സെക്കൻഡ് ബാറ്റിങ്ങിനേക്കാളും കൂടുതൽ വിൻ ചെയ്യുന്നത്. അതായത് 44 പ്രാവശ്യം ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 37 പ്രാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ സ്റ്റാറ്റ്സ് പറയുകയാണെങ്കിൽ ടോട്ടലി ഇവിടെ 83 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ആവറേജ് സ്കോറായിട്ട് കണക്കാക്കുന്നത് 175 റൺസ് എബോവ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് വിൻ ചെയ്തത് 37 പ്രാവശ്യം, സെക്കൻഡ് ഇന്നിങ്സ് വിൻ ചെയ്തത് 44 പ്രാവശ്യമാണ്. സെക്കൻഡ് ഇന്നിങ്സ് ആണ് കുറച്ച് വിൻ ചെയ്തിരിക്കുന്നത്. സോറി, ഞാൻ അപ്പോഴെ തെറ്റി പറഞ്ഞാണ്. ഓക്കെ, ദെൻ ബിലോ 150 സ്കോർ വന്നത് 36 മത്സരങ്ങളും 190 മുകളിൽ 21 മത്സരങ്ങളും പോയിട്ടുണ്ട്. ഫാസ്റ്റ് ബോളേഴ്സ് 477 വിക്കറ്റും സ്പിൻ ബോളേഴ്സ് 199 എടുത്തുള്ളൂ. കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സാണ് വിക്കറ്റ്സ് എടുക്കാറുള്ളത്. ഇനി പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് പറയുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ പോയിന്റ് ടേബിൾ ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യണം. ഈ ഒരു മാച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പോയിന്റ് ടേബിൾ ചെക്കൗട്ട് തന്നെ ആവണം. കാരണം അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങളാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ നമുക്ക് പോയിന്റ് ടേബിൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, റീസെൻറ്റ് മാച്ചസിൽ പോയിട്ട് പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് നമ്മൾ DC, അതായത് ഡൽഹിയുടെ പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് 5ാം സ്ഥാനത്താണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സൺറൈസേഴ്സ് ആണെങ്കിൽ 9ാം സ്ഥാനത്തിലാണ്. കാരണം ഇനി അവർക്ക് പ്ലേ ഓഫിലോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള മത്സരങ്ങൾക്ക് വിൻ ചെയ്താൽ കൂടെ 14 പോയിൻ്റേ ആവുള്ളൂ. ബാക്കിയുള്ള ടീം എങ്ങനെ പോയാലും കയറി പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓൾറെഡി നമ്മുടെ RCB കയറി, ഇനി ഒരു മത്സരം കൂടെ വിന്നായാൽ സുരക്ഷിതമായി എന്ന് വേണേൽ പറയാം. ഓക്കെ, അപ്പോൾ DC ആണ് പിന്നെ കയറാൻ ചാൻസ് ഉള്ളത്. അതിനുള്ള 4 മത്സരങ്ങൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും DC കയറും. 4 അതിൽ 2-3 വിൻ ചെയ്താൽ കൂടെ തീർച്ചയായും കയറും. സോ DC ആയിരിക്കും നമ്മുടെ SRHനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ എഫേർട്ട് എടുക്കാൻ പോകുന്നത് ഈ ഒരു മത്സരത്തിൽ. ഓക്കെ, ആ ഒരു കാര്യം നോട്ടീസ് ചെയ്യുക. നമുക്ക് പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ അതിൽ നമ്മൾ പറയാൻ പോകുന്നത് ട്രാവിസ് ഹെഡ്, നമ്മുടെ SRH പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സാണ്. ട്രാവിസ് ഹെഡ് ആണ് ഫസ്റ്റ്. ലാസ്റ്റ് മത്സരം 66 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 12 ഇന്നിങ്സ് കളിച്ചിട്ട് 489 റൺസ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് DC ആയിട്ട് 3 ഇന്നിങ്സ് കളിച്ചിട്ട് 113 റൺസ് എടുത്തിട്ടുണ്ട്. അതിൽ ഹയസ്റ്റ് സ്കോർ 89 ആണ്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയാണെങ്കിലും ലാസ്റ്റ് ഒരു മത്സരം 141 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് മുന്നത്തെ മത്സരം ഒരു പെർഫോമൻസ് നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 19 ഇന്നിങ്സ് കളിച്ചിട്ട് 521 വിക്കറ്റ്സ് 521 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് DC ആയിട്ട് 8 ഇന്നിങ്സ് കളിച്ചിട്ട് 134 റൺസും 2 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. അതിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ 67 റൺസും 1 വിക്കറ്റുമാണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഇഷാൻ കിഷനാണ് ലാസ്റ്റ് മത്സരം ഫോം ഔട്ട് ആയിക്കൊണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 10 ഇന്നിങ്സ് കളിച്ചിട്ട് 254 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് DC ആയിട്ട് 17 ഇന്നിങ്സ് കളിച്ചിട്ട് 529 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് റൺസ് 48 ആണ്. നിതീഷ് കുമാർ റെഡ്ഡി, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 8 ഇന്നിങ്സ് കളിച്ചിട്ട് 235 റൺസ് നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 2 ഇന്നിങ്സ് കളിച്ചിട്ട് 37 റൺസും 2 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. ഹെൻറിച്ച് ക്ലേസൻ ആണെങ്കിലും 15 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്. അതിൽ 614 റൺസാണ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം നേടിയിട്ടുള്ള. ആവറേജ് റൺസ് 55 റൺസാണ്
ആണ്. പെർ മാച്ച് 55 റൺസ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം എടുക്കുന്നതാണ്. എഗെയിൻസ്റ്റ് DC ആയിട്ട് അദ്ദേഹം 5 ഇന്നിങ്സ് ഏറ്റുമുട്ടിയിട്ട് 134 റൺസ് എടുത്തുള്ളൂ. അതിൽ ബെസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 53 നല്ല റെക്കോർഡുണ്ട് എഗെയിൻസ്റ്റ് DC ആയിട്ടും ഈ ഒരു ഗ്രൗണ്ടിലും. അതുപോലെ തന്നെ അങ്കിത് വർമ്മ അദ്ദേഹമാണെങ്കിലും 4 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 73 റൺസ് എടുത്തിട്ടുള്ളത്. അഗെയിൻസ്റ്റ് DC ആയിട്ട് ഒരു മത്സരം കളിച്ച് 74 റൺസ് കൊടുത്തിട്ടുണ്ട്. മെൻഡിസ് അദ്ദേഹമാണെങ്കിലും വലിയ റെക്കോർഡ്സ് ഇല്ല. അതുപോലെ തന്നെ പാറ്റ് കുമിൻസ് ആണെങ്കിൽ ലാസ്റ്റ് മത്സരങ്ങൾ ഷോകമായിട്ട് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ അതിന് മുന്നത്തെ മത്സരം ഒരു 3 വിക്കറ്റ് എടുത്തായിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ 12 ഇന്നിങ്സ് കളിച്ചിട്ട് 11 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് DC ആയിട്ട് 6 മത്സരം കളിച്ച് 6 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഹർഷൽ പട്ടേൽ ആണെങ്കിൽ 9 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 10 വിക്കറ്റും എഗെയിൻസ്റ്റ് DC ആയിട്ട് 13 മത്സരം കളിച്ച് 13 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മുഹമ്മദ് ഷമി 7 മത്സരം കളിച്ചിട്ട് 8 വിക്കറ്റ് ഈ ഒരു ഗ്രൗണ്ടിൽ നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് DC ആയിട്ട് 10 ഇന്നിങ്സ് കളിച്ചിട്ട് 17 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. ജയദേവ് ഉദൻകണ്ട് അദ്ദേഹമാണെങ്കിലും 12 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 18 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് DC ആയിട്ട് 19 വിക്കറ്റ് നേടിയിട്ടുണ്ട് 10 ഇന്നിങ്സിൽ. അതുപോലെ തന്നെ അതിൽ ബെസ്റ്റ് 3 വിക്കറ്റ്സ് പെർ 3 മാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സേഷൻ അൻസാരി ഈ ഒരു ഗ്രൗണ്ടിൽ 3 ഇന്നിങ്സ് കളിച്ച് 1 വിക്കറ്റ് നേടിയിട്ടുള്ളൂ. അഗെയിൻസ്റ്റ് DC ആയിട്ട് 3 വിക്കറ്റ് നേടിയിട്ട് 1 മത്സരം കളിച്ചിട്ട്. DCയുടെ കീ പ്ലെയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അഭിഷേക് പോരലാണ്. റീസെൻ്റ് ആയിട്ട് നല്ല ഫോമിലുള്ള ഒരു വ്യക്തിയാണ്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 2 ഇന്നിങ്സ് കളിച്ചിട്ട് 76 റൺസ് എടുത്തിട്ട് ബെസ്റ്റ് 42 അതിൽ. അതുപോലെ തന്നെ നമ്മുടെ ഫാഫ് ഡുപ്ലിസി അദ്ദേഹമാണെങ്കിലും റീസെൻ്റ് ആയിട്ട് കുറച്ച് ഫോമിലോട്ട് കയറി വരുന്നുണ്ട്. അദ്ദേഹം 7 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 241 റൺസ് നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 19 ഇന്നിങ്സ് കളിച്ചിട്ട് 621 റൺസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് സ്കോർ 73, 71, 60 നല്ല റെക്കോർഡ്സ് ഉണ്ട്. കരുൺ നായർ ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് 75 റൺസ് നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 10 ഇന്നിങ്സ് കളിച്ചിട്ട് 245 റൺസ് നേടിയിട്ടുണ്ട്. KL രാഹുൽ ഈ ഒരു ഗ്രൗണ്ടിൽ 8 ഇന്നിങ്സ് കളിച്ചിട്ട് 257 റൺസും. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് SRH ആയിട്ട് 14 മത്സരം കളിച്ചിട്ട് 472 റൺസും നേടിയിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 68 റൺസാണ്. അതുപോലെ തന്നെ അസ്തർ പട്ടേലാണെങ്കിൽ അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 106 റൺസ് നേടിയിട്ടുണ്ട് 6 മത്സരം കളിച്ചിട്ട്. അതുപോലെ തന്നെ 4 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ. എഗെയിൻസ്റ്റ് SRH ആയിട്ട് 20 ഇന്നിങ്സ് കളിച്ചിട്ട് 17 വിക്കറ്റും 203 റൺസ് നേടിയിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് 2 വിക്കറ്റ് വീതം ഓരോരോ മാച്ച് എടുത്തിട്ടുണ്ട്. ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണെങ്കിൽ 3 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് SRH ആയി കളിച്ച് 33 റൺസ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ അശുതോഷ് ശർമ്മ അദ്ദേഹമാണെങ്കിൽ ഒരു മത്സരം കളിച്ചിട്ട് 2 റൺസ് വിക്കറ്റ് ഇവിടെ എടുത്തിട്ടുള്ളൂ. SRH എഗെയിൻസ്റ്റ് ആയി 2 മത്സരം കളിച്ച് 35 റൺസ് നേടിയിട്ടുള്ളൂ. വിപ്രാജ് നിഗം കറൻ്റ്ലി ഫോം ഔട്ടായി വരുന്നൊരു പ്ലെയറാണ്. ദെൻ മിച്ചൽ സ്റ്റാർക്കാണ് 2 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 1 വിക്കറ്റ് നേടാൻ സാധിച്ചിട്ടുള്ളൂ. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 7 ഇന്നിങ്സ് കളിച്ചിട്ട് 13 വിക്കറ്റ് നേടിയിട്ടുണ്ടായി. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 വിക്കറ്റ്സ് പെർ മാച്ചാണ്. അതുപോലെ തന്നെ കുൽദീപ് യാദവ് ഈ ഒരു പിച്ചിൽ 3 മത്സരം കളിച്ച് 2 വിക്കറ്റും എഗെയിൻസ്റ്റ് SRH ആയിട്ട് 15 മത്സരം കളിച്ച് 19 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ബെസ്റ്റ് 4 വിക്കറ്റാണ്. ചമേരെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് 5 മത്സരത്തിൽ ഓരോ വിക്കറ്റ് വീതം ഈച്ച് എടുത്തിട്ടുണ്ട് അദ്ദേഹം. മുകേഷ് കുമാർ ആണെങ്കിൽ ഒരു മത്സരം കളിച്ച് ഇവിടെ വിക്കറ്റൊന്നും എടുത്തില്ല. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 4 മത്സരം കളിച്ച് 1 വിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമ്മുടെ SRHും DCയും തമ്മിൽ 25 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 13 പ്രാവശ്യം നമ്മുടെ SRH, 12 പ്രാവശ്യം നമ്മുടെ ഡൽഹിയാണ് വിൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്കൊരു പ്രിവ്യൂ ടീമിലോട്ട് കിടക്കാം. സോ കുബേര ഫാൻറ്റസി നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. ഇതിൽ ഈ ഡ്യൂ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലെയേഴ്സ് ഉണ്ടാവും. നന്നായി കളിക്കാൻ ചാൻസുള്ള ആരാണെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ക്യാഷ് വിൻ ചെയ്യാൻ പറ്റുന്ന കിടിലനായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഓപ്പണൻ്റ് സുനിൽ നരേനാണ് ഈ ഒരു മാച്ചിൽ നന്നായി കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സുനിൽ നരേനെക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് പിക്ക് ചെയ്ത് മുന്നോട്ട് പോകും. ഇല്ല നിങ്ങൾക്ക് സുനിൽ നരേനെ വേണമെങ്കിൽ ആരും ജോയിൻ ചെയ്യാത്ത കോൺടസ്റ്റിൽ പോയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് തന്നെ നമുക്ക് സുനിൽ നരേനെ കിട്ടും. അങ്ങനെ ഈസി ആയിട്ട് ഒരാളെ പിക്ക് ചെയ്ത് പോയിന്റ് കൂടുതൽ നേടിക്കഴിഞ്ഞാൽ അയാളെക്കാട്ടിലും പോയിന്റ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വിൻ ആകാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിട്ടിയ ഓപ്ഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസിയിലുള്ളത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സോ നമ്മുടെ പ്രിവ്യൂ ടീമൊന്ന് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, മാച്ച് വരുന്നില്ല. ഐ തിങ്ക് ഏത് ആപ്പിലും വരാൻ ചാൻസ് ഇല്ല, കാരണം നമ്മൾ കുറച്ച് നേരത്തെയാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിവ്യൂ ടീം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ജോയ്സിലോ മൈ മാസ്റ്ററിലൊക്കെ 1 lakh rupees ഫ്രീ ക്യൂ കൊടുക്കുന്നുണ്ട്. സോ ആപ്പ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.